മലപ്പുറം വാഴക്കാട് ചെറുവായൂരിൽ യുവതിയും മക്കളും താമസിക്കുന്ന വീട്ടിലേക്ക് വൈദ്യുതിയും വെള്ളവും നൽകുന്നില്ലെന്ന് പരാതി. ഭർത്താവിൻ്റെ പേരുള്ള വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കാനോ വെള്ളം നൽകാനോ ഭർത്താവ് സമ്മതിക്കുന്നില്ല എന്നാണ് ആക്ഷേപം. നിയമപരമായി വേർപിരിഞ്ഞില്ലെങ്കിലും ഭർത്താവുമായി അകന്നു കഴിയുന്ന യുവതിയും മക്കളും 2024 നവംബർ 20 മുതലാണ് കോടതി ഉത്തരവ് പ്രകാരം ഭർത്താവിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിൽ താമസം തുടങ്ങുന്നത്. മാസങ്ങൾക്ക് മുൻപ് വീട്ടിലെ ഒരു മുറിയിൽ തീപിടുത്തമുണ്ടായതോടെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിരുന്നു. എന്നാൽ പിന്നീട് വൈദ്യുതി പുനഃസ്ഥാപിക്കാനോ വീട്ടിലേക്ക് വെള്ളം നൽകാനോ ഭർത്താവ് തയ്യാറാകുന്നില്ലെന്നാണ് ആക്ഷേപം. വെള്ളത്തിന് അപേക്ഷിച്ചിട്ട് പഞ്ചായത്തിൽ നിന്ന് വാട്ടർ കണക്ഷൻ തരാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അത് ഹസ്ബൻഡിന്റെ വാപ്പ മുടക്കി. ഹസ്ബൻഡിനെ കൊണ്ട് വാട്ടർ അതോറിറ്റി പ്രൊജക്ട് ഓഫീസിലേക്ക് മെയിൽ അയപ്പിച്ചും ചെയ്തിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വെള്ളത്തിന് ആവശ്യമില്ലാന്ന്. ആ ഒരു കാരണം കൊണ്ട് എനിക്ക് ഈ നിമിഷം വരെ വെള്ളം കിട്ടില്ല. കഴിഞ്ഞ 10 മാസത്തിലധികമായിട്ട് ഞങ്ങൾ ഒരു തരത്തിലും വൈദ്യുതി കണക്ഷൻ ഇല്ലാതെ ഇരുട്ടത്താണ് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചിട്ടാണ് ഞാനും മക്കളും ഇവിടെ ജീവിക്കുന്നത്. എൻ്റെ മോള് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. നല്ല നിലയിൽ തന്നെ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ക്ലാസ് ടോപ്പറായിരുന്നു കഴിഞ്ഞ വർഷം വരെ. അപ്പോൾ ഇതേ അവസ്ഥയിൽ അവൾക്കൊരു മാനസിക പ്രയാസം കൂടിയാണത്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധയിടങ്ങളിൽ പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ലെന്ന് യുവതി പറയുന്നു. ഞങ്ങൾ ഈ പരാതിയായിട്ട് എല്ലാ സ്ഥലത്തും പോകുമ്പോഴും ഇവർക്കൊക്കെ പറയാനുള്ളത് ഹസ്ബൻഡിന്റെ പേരിലുള്ള സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്ക് ചില പരിമിതികളുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ പരിമിതിയും വെച്ച് ഈ മക്കളെങ്ങനെ മുന്നോട്ട് ജീവിക്കുക? സർക്കാർ സംവിധാനങ്ങൾ ഇനിയും മക്കളെയും കണ്ടില്ലാന്ന് നടിക്കരുത്. ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തരണം എന്ന് ഇതാക്കണം. ഞങ്ങളുള്ള മുന്നോട്ടുള്ള ജീവിതത്തിന് തന്നെ ഒരു വിലങ്ങ് തടിയാണ്. വേറെ ഏതോ പെണ്ണുങ്ങളാണെങ്കിൽ എന്നോ ആത്മഹത്യ ചെയ്യുന്നത്. ഇത്രയും അവസ്ഥയിൽ കൂടെ ഇത്രയും ഇതിൽ കൂടെയാണ് കയറി ഇറങ്ങിയത്. ഇനി കയറാൻ ഒരു ഇതുമില്ല. അത്രയും മാനസിക പ്രയാസം അനുഭവിച്ചിട്ടും നിങ്ങളെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതേസമയം വീട്ടിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ചില ദുരൂഹതകൾ ഉണ്ടെന്നും തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് വ്യക്തമായതിനു ശേഷമേ വൈദ്യുതിയും വെള്ളവും നൽകാൻ തയ്യാറാകൂ എന്നുമാണ് യുവതിയുടെ ഭർത്താവ് നൽകുന്ന വിശദീകരണം. മീഡിയ 1 മലപ്പുറം.